ഹായ് നമസ്കാരം. ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയുന്നത് ഒരു വിചിത്രമായ സംഭവമാണ്. റിയൽ ലൈഫ് സൂപ്പർ ഹീറോസ്. അതെ, ഒരിക്കൽ മിന്നലേറ്റപ്പോൾ ഒരുപാട് അമാനുഷിക ശക്തികൾ നേടിയ മിന്നൽ മുരളിയുടെ കഥ നമ്മൾ സിനിമയിലൂടെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ആ സിനിമയിലുള്ള സെയിം കഥ ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യന് അതേ മിന്നൽ സിനിമയിലെ പോലെ ഏറ്റപ്പോൾ അമാനുഷിക ശക്തികൾ നേടി ഇന്ന് കേരളക്കരയുടെ രക്ഷകനായി മാറിയിരിക്കുകയാണ്. യെസ്, റിയൽ ലൈഫ് സൂപ്പർ ഹീറോ. ആ റിയൽ ലൈഫ് സൂപ്പർ ഹീറോയുടെ എക്സ്ക്ലൂസീവ് വീഡിയോ ഇതാ പ്ലീക്കി ചാനലിലൂടെ നിങ്ങളിലേക്ക്. യെസ്, റിയൽ ലൈഫ് സൂപ്പർ ഹീറോ സൂപ്പർമോൻ അമ്പിളിക്കുട്ടൻ. നമസ്കാരം സൂപ്പർ ഹീറോ. എന്നെ മനസ്സിലായോ? മനസ്സിലായി. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. എങ്ങനെ അറിയാം? നിങ്ങൾ മറ്റേ പരിപാടിയുടെ ആളല്ലേ? ഏത് പരിപാടി? ബിബിൻ ജോർജ്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്. ഒരു മിനിറ്റ്, വന്ന ഉടനെ വിളിക്കണം അമ്മ പറഞ്ഞായിരുന്നു. ഹലോ, അമ്മ ഞാനിവിടെ എത്തി. ഇന്ന് പറഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ മേഘത്തിന്റെ ഇടയിൽ ഒരു ചെറിയ ആലിപ്പഴം വന്ന് നെറ്റി കൊണ്ട് ചെറിയൊരു മുറിവുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് എത്തിക്കോളാം. ഓക്കെ അമ്മ. ഇന്റർവ്യൂ വരാ. സൂപ്പർ ഹീറോ അമ്പിളിക്കുട്ടൻ അല്ലേ? സൂപ്പർ ഹീറോ എന്നാരെങ്കിലും നേരത്തെ വിളിച്ചിട്ടുണ്ടോ ഈ സൂപ്പർ മോൻ എന്ന്? സൂപ്പർ അവിടെ കാണത്തില്ല, അവിടെ വേറെയൊക്കെ ഫീൽ. മോൻ അവിടെ തന്നെ കാണും, സ്റ്റഡിയാണ്. മോൻ സൈലന്റ് ആണോ? അതറിഞ്ഞൂട്ടോ, വിളിക്കുന്ന ഒരു വയലന്റ് ആണ്. സൂപ്പർ പവർ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പവറുകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അത് വഴിയെ ചോദിക്കാം. അപ്പൊ വീട്ടിൽ ആർക്കെങ്കിലും ഇതേപോലെ സൂപ്പർ പവർ ഉണ്ടോ? വീട്ടില് പിന്നെ മാമനുണ്ട്. മാമൻ എന്ത് സൂപ്പർ പവർ ആണുള്ളത്? മാമൻ സൂപ്പർ മാമനല്ലേ? മാമൻ എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷന് ലോകത്ത് ഒരു പുരുഷനും ചെയ്യാത്ത കാര്യം മാമൻ ചെയ്യും. ഏത് സിറ്റുവേഷനിലാണ് എന്ന് വെച്ചാലേ, മാമൻ വെള്ളം ഒടിച്ചിട്ട് വരും, മാമി പോലും അറിയാതെ പെരക്കകത്ത് കയറിക്കട തുടങ്ങിക്കളെ. ആ കഴിവ് ഒരു പുരുഷനും ലോകത്തില്ല. മാമൻ മുകളിലൂടെ പറക്കോ? ഇല്ല, മാമൻ പറക്കത്തില്ല. മാമന് പൊക്കം പേടിയാണ്. ആണോ? ഗ്രൗണ്ട് വർക്കാണ്. എന്ന് വെച്ചാൽ ഈ ദേവാലയങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള വർക്കാ മാമൻ. ദേവാലയങ്ങൾ? അതെ, മാമൻ ക്ഷേത്രത്തിൽ പോവും, മുസ്ലിം പള്ളിയിൽ പോവും, ക്രിസ്ത്യൻ പള്ളിയിൽ പോവും. മതമൈത്രിയാണ്. ചെരുപ്പ് പൊട്ടിക്കുന്നതിന് എന്തിനു മതമൈത്രി? പോവാല്ലോ. മോഷണം ഒരു സൂപ്പർ ഹീറോയുടെ വീട്ടിൽ മോഷണം? എനിക്ക് ഭയങ്കര ദേഷ്യമാണത്. താങ്കൾക്ക് ഭയങ്കര ദേഷ്യമാണ്? ഭയങ്കര ദേഷ്യം. ഈ ദേഷ്യം എവിടെ കിട്ടിയത്? ദേഷ്യം എന്റെ അപ്പൂപ്പന്റെ ദേഷ്യം എനിക്ക് കിട്ടിയേക്കുന്ന എല്ലാരും പറയുന്നത്. ഭയങ്കര ദേഷ്യമാണ്. ഭയങ്കര ചൂടാണ്. അപ്പൂപ്പൻ മരിക്കുമ്പോ വരെ ഭയങ്കര ചൂടായിരുന്നു. മരിക്കുമ്പോ ആരോട് ചൂട് കാണിച്ച്? പനിയാരനോട് മരിച്ചത്. 102 ഡിഗ്രി പനി. മരിച്ചു. അപ്പൊ അമ്മൂമ്മ? അപ്പൂപ്പന്റെ ഭാര്യ. അല്ല, അമ്മൂമ്മ എന്ത് ചെയ്യുന്നു? അപ്പൂപ്പന്റെ ഭാര്യയായിട്ടിരിക്കുന്നു. അല്ല, അമ്മൂമ്മക്ക് ഇതുപോലെ കഴിവ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, കഴിവുണ്ട്. എന്ത് കഴിവാണ്? അമ്മൂമ്മ ഈ താടിയില്ലേ, ഈ താടി തിരുനെറ്റിയിൽ മുട്ടിക്കും. ആർക്കും ഇല്ല കഴിവ്. കീഴ്ത്താടി തിരുനെറ്റിയിൽ മുട്ടിക്കും. അതെങ്ങനെയാണ്? ചിക്കൻ കഴിക്കുമ്പോ അതപ്പോ അമ്മൂമ്മക്ക് പല്ലില്ല. ഇങ്ങനെ തിന്നുമ്പോ എനിക്ക് ബോറടിക്കുമ്പോ ഞാൻ ചിക്കൻ മേടിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ പോയിരിക്കും ചിരിച്ചു ചാവാം. വളർത്തു മൃഗങ്ങൾ എന്തെങ്കിലും വളർത്തുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും സൂപ്പർ കഴിവ്? സൂപ്പർമാൻ, സൂപ്പർ ഡോഗ് ഉണ്ട്. അതുപോലെ എന്റെ കൂടെ ഒരുത്തണ്ടായിരുന്നു എന്റെ വീട്ടിലെ തത്ത. വീട്ടിൽ വാങ്ങുന്ന ശരിയാക്കി തരാം. അനുസരണയില്ലേ തത്തയ്ക്ക്? കൂടെ പറക്കൂല്ലേ? എന്റെ കൂടെ പറന്നു വന്നെയാണ്. അപ്പൊ പോലീസുകാർ പറത്തി വിട്ട് ഡ്രോൺ കണ്ട്. പുള്ളി ചെന്ന് ചോദിക്കോ എവിടെ പോണെന്ന്. അത് പിന്നെ മുമ്പോട്ട് പോയി. വീണ്ടും ചെന്ന് ചോദിക്കോ എന്താ മോളൂസേ മിണ്ടാത്ത ജാടയാണ്. അത് തത്ത ഇല്ല കേട്ടോ, തത്തയുടെ ഫിഗർ ചെയ്യുന്ന കോഴിയാന്ന് വന്നു. സൂപ്പർ കഴിവ്, ഈ പവർ എപ്പോഴാണ് ലഭിച്ചത്? പവർ എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. ജോലി ഇല്ലായിരുന്നോ? അല്ല, നിങ്ങൾ കോമഡി മാസത്തിൽ എന്താ പ്രോഗ്രാം? അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ പോവില്ല. ഭയങ്കര പാട്. എന്ത് പ്രോഗ്രാമാണ് അവിടെ ചെയ്തത്? ഞാൻ അവിടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തോണ്ടിരുന്നു. സ്റ്റാൻഡപ്പ് കോമഡി അത് എളുപ്പമല്ലേ? അത് അറിയാവുന്നവർക്ക് എളുപ്പം. ചെയ്താ പോരെ? പോരാ, എനിക്ക് ഷൂട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. പിന്നെ നിന്ന് കാലിന്റെ ചിരട്ടയൊക്കെ തേയും. ഞാൻ ഇനി അവര് സിറ്റപ്പ് കോമഡി തുടങ്ങുമ്പോൾ ഞാൻ പോകും. അത് നന്നായി. അതെ, പിന്നെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാർ, ആർട്ടിസ്റ്റുകൾ, അവിടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഒക്കെ ഇരിക്കുന്നത്? ഇല്ല, എല്ലാരും ഞാൻ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. എങ്ങനെ കാണും? ഞാൻ ഈ പറന്നു പോകുമ്പോഴേ കൊച്ചഖില്, ശ്രീവിദ്യ, അർജുൻ, അഖിൽ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചിട്ട് നാട്ടുകാരെടുത്ത് ഏറി കയറ്റോ. അത് സ്ഥിരമല്ല അവിടെ. അവർക്ക് എയറിൽ റൂം വരുണ്ട്. പിന്നെ ഈ ഇടയായിട്ട് വേറൊരാളാണ് എയറിൽ. അതാരാണ്? ശ്വേതാ മേനോൻ. അതെന്തിന്? മറ്റേ പ്രസിഡന്റ്. ഇപ്പൊ മേളില് റെസിഡന്റ് വരെ ഉണ്ട്. പ്രസിഡന്റ് ഒരു കാര്യം ഞാൻ പറയാം, പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ, അവരെ പേരൊക്കെ അങ്ങനെ പറഞ്ഞ ഇഷ്ടപ്പെടുവോ? അയ്യോ, എനിക്ക് പറയാം, എനിക്ക് എന്തും പറയാം. കാര്യം ഞാൻ ഇന്ത്യയിലെ ഒരേ ഒരു സൂപ്പർ ഹീറോ അല്ലേ. ഇന്ത്യയിലെ ഒരേ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റില്ല. കാരണം നേരത്തെ ഇന്ത്യക്ക് വേണ്ടി ഒരു സൂപ്പർ ഹീറോ ഉണ്ട്, ശക്തിമാൻ. അറിഞ്ഞില്ലേ? പുള്ളിക്ക് സുഖമില്ലെന്ന്.
എന്ത് പറ്റി? ഇങ്ങനെ കറങ്ങിയല്ലേ പോകുന്നത്. ആ. ഈ തലയിറക്കോ ഛർദി ഇയർ ബാലൻസിങ് പോയി. ഇപ്പൊ എവിടെയും കൊണ്ടുവരുത്തി ഇങ്ങനെ പോകും. ഇങ്ങനെ എന്നാലും ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ ഹീറോ നിങ്ങളാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനാണ്. ഇതിനു മുന്നേ വിദേശികളായ ഒരുപാട് സൂപ്പർ ഹീറോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ- ബാറ്റ്മാൻ, ഹീമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ. അതൊക്കെ പണ്ടെന്ന്. ആ. ഇപ്പൊ അവരൊക്കെ മഞ്ഞ മനുഷ്യന്മാരാണ്. സാധാരണ പച്ച മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഇല്ല, പച്ച മനുഷ്യൻ ഒരാളെ ഉള്ളു, ഹൾക്ക്. ബാക്കിയില്ല. ഇവരെങ്ങനെയാണ് സാധാരണ മനുഷ്യരെ മാറിയത്? മറ്റേ സ്പൈഡർമാൻ ഇല്ലേ, ആ, ഇത് കണ്ടോ? സ്പൈഡർ. അവന്റെ സ്പൈഡർ ഞാൻ പോക്കി. അയ്യോ. ഇപ്പൊ അവൻ വെറും മാൻ. ആ, ഇത് കണ്ടോ? ഇത് ബാറ്റ്. ബാറ്റ്മാന്റെ ബാറ്റ്. ആ. ബാറ്റ് ഞാനിങ്ങി പോക്കി. ആ. ഇപ്പൊ അവനും വെറും മാൻ. ഇത് കണ്ടോ? ആ, എന്താണ് ഇരുമ്പ് കമ്പി? ഇത് അയൺമാന്റെ കമ്പി. ഞാനിഞ്ഞി പോക്കി. ഇപ്പൊ അവനും വെറും മാൻ. ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? പിന്നെ എന്റെ പെങ്ങളെ കല്യാണത്തിന് ഇവരൊക്കെ വന്നായിരുന്നു. സൂപ്പർ ഹീറോസ് എല്ലാം കല്യാണത്തിന് വന്നോ? പിന്നെ അവരല്ലേ വന്ന് അവിടുത്തെ ജോലിയെല്ലാം ചെയ്തത്. എന്ത് ജോലിയാ ചെയ്തു? ആൾക്കാണ് വിറവ് കയറിയത്. തോറാണ് ചോറ് വെച്ചത്. അതിൽ തോറത്തിൽ തേങ്ങാപ്പാല് പിഴിഞ്ഞു തന്നായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഫോട്ടോ, ആ. അയ്യോ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കിട്ടില്ല ഫോട്ടോ ആയിരുന്നു. എന്തൊരു ക്വാളിറ്റി എന്നറിയാമോ? ആരായിരുന്നു ഫോട്ടോഗ്രാഫർ? ഫ്ലാഷ്. പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? പിന്നെന്ന് വെച്ചാല് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ രാവിലെ 6 മണിയായപ്പോ തന്നെ നല്ല തേച്ച് കുട്ടപ്പനാക്കി അയൺ ചെയ്ത് തന്നു. അതാരാണ്? അയൺമാൻ. ആയിട്ട് ഇറങ്ങിയവൻ. അയൺമാൻ. ആ, ശരി. പിന്നെ അവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ, എന്ത് പറ്റി? എല്ലാവർക്കും മറ്റേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം. ആ. അതാരാണ് കൊടുത്തത്? അക്വാമാൻ. 24 മണിക്കൂർ വെള്ളം ചെയ്യില്ലേ, ആ. പുള്ളി ആ കാര്യമൊക്കെ നോക്കിയ. പിന്നെ വേറൊരുത്തുണ്ട്, അവൻ ഭയങ്കര രസമായിരുന്നു. ആരായിരുന്നു? അവനാണ് ഈ ഇലയൊക്കെ ആളുകൾ തിന്നിട്ട് പോകുമ്പോ എന്തൊരു സ്പീഡ് എന്നറിയാം നുള്ളി പറക്കുന്നത്. എങ്ങനെ? അവൻ ഇങ്ങനെ 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 വലയെറിഞ്ഞ്. വലിയെറിഞ്ഞു. സ്പൈഡർമാൻ. അത് തന്നെ. ഒരുപാട് നേരം അവനെ അവിടെ നിർത്തിയില്ല. കാര്യം? ചിലപ്പോ വലയിട്ട് പെണ്ണുങ്ങളെ പിടി ഇടി എനിക്ക് കിട്ടും. അങ്ങനെ അങ്ങനെ. പിന്നെ ഈ അക്വാമാന്റെ അടുത്ത് എനിക്കൊരു വിഷയമുണ്ട് കേട്ടോ. എന്ത് പറ്റി? എന്റെ പേരെന്താണ്? അമ്പിളിക്കുട്ടൻ. പക്ഷെ ഈ അക്വാമാൻ അങ്ങനെ പറയൂല. പിന്നെ? ബിംബിളിക്കുട്ടൻ അങ്ങനെ പറയും. അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ വെള്ളത്തിൽ വെച്ചാണല്ലോ പുള്ളിയെ കണ്ടത്. അപ്പൊ എന്റെ പേര് വെച്ചപ്പോ എന്റെ വായിന്ന് 2 കുമ്പളമായി. അവ അത് ഫോളോ ചെയ്തുകൊണ്ട് നടക്കുക. അങ്ങനെ. വേറെ ആരെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വന്നായിരുന്നോ? വേറെ വന്നെന്ന് വെച്ചാലോ, ഇതെല്ലാം കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി വന്നു. പയ്യന്മാരൊക്കെ വണ്ടറടിച്ചു പോയി. ഏത് പെൺകുട്ടി? വണ്ടർ വുമൺ. അപ്പൊ മണ്ഡപത്തിലും ഇതേ ജട്ടിട്ട് തന്നെയാണോ പുറത്ത് നിന്ന്? അതെങ്ങനെ നിൽക്കുന്നത്? നമ്മളെ പെങ്ങളെ കല്യാണം ആവുമ്പോ നമ്മൾ ഇത് വിട്ടോണ്ട് പോയി അവിടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ മറ്റേ സാധനം മേടിച്ചായിരുന്നു. ഏത് സാധനം? എന്റെ ഇവിടം വരെയൊക്കെയുള്ള മറ്റേ ഇത് മറ്റേ മർമാണി, മർമാണിയാ? ചക്രവാണി, ചക്രവാണിയാ? വാണി വിശ്വാസ്, വാണി വിശ്വാസാ? മറ്റേ ആകാശവാണി, ഷെർവാണി. നന്നായി നന്നായി. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വേറെ ഒന്നും ചോദിക്കില്ല. ആൾക്കാരൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ജട്ടി പുറത്തിട്ട് വരാൻ നാണക്കേടില്ലേ? എന്റെ ധൈര്യമാണത്. എന്താണ് ധൈര്യം? ഞാൻ ഇവിടെ എല്ലായിടത്തും ചോദിക്കാം, നിങ്ങൾക്ക് എന്റെ അത്ര ധൈര്യം ഉണ്ടോ? ഉണ്ട്. ഈ ജട്ടിയും വെളിയിൽ ഇട്ടോണ്ട് റോഡിൽ കൂടെ നടക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് ചിലപ്പോ ഇച്ചിരി പറ്റുന്നില്ല. പറ്റില്ല, പക്ഷെ എനിക്ക് പറ്റും. അതാണ് എന്റെ ധൈര്യം. ഇത് പുറത്തിട്ട് വന്നത് ഭയങ്കര മോശമല്ലേ? അതിപ്പോ മഴയല്ലേ, പറന്ന് കിടക്കുക മൊത്തം നനയും. ഉണങ്ങിയിട്ട് വേണ്ട എടുത്ത് അകത്തിടായി. നടക്കുമ്പോൾ പവറിന് വേണ്ടിട്ടാണോ? അല്ലല്ല, ഇത് ഭാര്യയുടെ ചുരിദാറിന്റെ ഷാള്. ഇത് ഉണങ്ങിയില്ല, അവളെടുത്ത് കെട്ടിയിട്ട് പറക്കല്ലേ ഉണങ്ങി ഉണങ്ങിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം എത്ര പേര് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താറുണ്ട്? തച്ചിനിരുന്ന ഒരു 50 പേര് രക്ഷിക്കാം. 9 പേര്? പിന്നെ വല്ലാത്തൊരു കഴിവ്. താൻ പാതി ദൈവപാതി എന്നല്ലേ? ഞാൻ രക്ഷിക്കുന്ന ഈ പകുതി ആൾക്കാര്, പകുതി എന്ന് വെച്ചാൽ ഈ ദൈവാധീനമാണ്. ബാക്കി പകുതി അവരുടെ ഭാഗ്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സൂപ്പർ പവർ ലഭിച്ചു, താങ്കൾക്ക് ലഭിച്ചു, അതെങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത് മറ്റേ മിന്നൽ മുരളി ഇങ്ങനെ പോയി ഇങ്ങനെ കിട്ടിയപ്പോ പോയി ഭിത്തിയിൽ ഇടിച്ചു നോക്കി. ഭിത്തിയിലിടിച്ചു? അതുപോലെ ഞാനും ഭിത്തിയിൽ ഒരു ഒറ്റ ഇടി, 3 പൊളഞ്ഞു പോയി. ഭിത്തി അല്ല കൈ. വീട്ടുകാരൊക്കെ എടുത്ത് ആശുപത്രി അവിടെ ചെന്നു. ഡോക്ടർ മുടിഞ്ഞ ഇംഗ്ലീഷ് ഒന്നും വീട്ടുകാർക്കൊല്ലാം അറിയാമോ? അയ്യോ. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു ഒപ്പിച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനെ പറഞ്ഞ് ഈ കയ്യില് 8 ചിച്ച്. 8 ചിച്ച് തുന്നിക്കെട്ട്. ഡോക്ടറിന് കൃത്യമായിട്ട് മനസ്സിലാക്കണം, നല്ല ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു ബെഡുമുളക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എന്തിനാ ഭിത്തി ഇടിച്ച് പൊട്ടിക്കാൻ പോയത്? വേറെ പണിയില്ലേ മനുഷ്യ? അങ്ങനെ ഒരടി 16 ചിച്ച്. പിന്നെ അതിൽ നിന്നൊരു ഗോൾഡ് ഫിഷിനെയും കിട്ടി. തലേന്നാ? അതെങ്ങനെ? ഇഷ്ടം കെടുത്താണ് അടിച്ചത്. അല്ല, ഈ പ്രത്യേക കഴിവുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ടേ നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കെല്ലാം താല്പര്യമുണ്ട് എന്തൊക്കെയാണ് സൂപ്പർ പവർ എന്ന് അറിയാം. ഏതെങ്കിലും കുറച്ച് സൂപ്പർ പവർ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ പലരും ഒളിച്ചു വെച്ചേക്കുന്ന സാധനം ഞാൻ പൊക്കിത്തരാം. അത് കൊള്ളാം, നമുക്ക് കാണണം താല്പര്യം ഇല്ലേ? അവർ ഒളിച്ചു വെച്ചേക്കുന്ന സാധനം ഇപ്പൊ പൊങ്ങും ഇവിടുന്ന്. ആരും കാണാതെ ഒളിച്ചു തടിക്കാൻ കൊണ്ടുവന്നാണ്. നാണം ഉണ്ടോടാ എനക്ക്? സൂപ്പർ ഹീറോ വേദിയിൽ വരുമെന്ന് അറിഞ്ഞില്ലല്ലേ? എന്തോ വിചാരിച്ച് അഖിൽ കവിൽ വരുന്നു. അവന്റെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന സാധനം ഇപ്പൊ പൊങ്ങി.
ഇത് ഗ്യാസിന്റെ ഗുളിക. ആ കാണും അവന്റെ 24 മണിക്കൂറും തീറ്റയാണ്. എവനാണ് കവലൂരത്തെ റേഷൻ കടയുടെ മോഡൽ. ഇനി വേറെ ആരെങ്കിലും? ഇനി ചേച്ചി നോക്കിയോ? ചേച്ചി. ചേച്ചി ഒരു സാധനം എടുക്കാൻ പോകും. ഒന്നും കണ്ടില്ലല്ലോ. ഒന്നും കണ്ടില്ല. വരുമല്ലോ. അയ്യോ അത് എന്റെ മണിയല്ലേ? പക്ഷെ എന്റെ മണി എന്റെ അടുത്തുണ്ടല്ലോ. ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്താണ്? നിങ്ങളൊന്ന് എണീച്ചേ. ഒന്ന് എണീച്ചേ. ഇങ്ങനെ നോക്കിയേ. ഓക്കെ. മനസ്സിലായി. ഞാൻ വെളിയിലെങ്കിലും വിടും. എന്റെ മണിനാശം എന്റെ ശ്രീവിദ്യയുടെ കമ്മലാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. കഷ്ടമെന്ന് പറയണ്ട. ഇതാണല്ലേ? ഇതാണ്. അയ്യോ, കുട്ടിയാക്കിന്റെ അണ്ടർവെയർ നിങ്ങൾ പൊക്കി കൊണ്ടുപോയാൽ അങ്ങനെയല്ലേ വേണ്ടുള്ളൂ. ഇരുന്നോ. എടാ ഇത് മിലിറ്ററിക്കാരുടെ 1-ാം തീയതി വാങ്ങിച്ചെടുത്ത് ആദ്യം തടങ്ങി എടുക്കട്ടെ. കട്ടൻ ചായ എന്നും കൂടെ പറ. അത് ഒരു കാര്യം, ഈ ആപത്തിൽപ്പെടുന്നവർ രക്ഷിക്കുമെന്ന് പറഞ്ഞു. രക്ഷിക്കും. ഈ ആരെങ്കിലും അങ്ങനെ രക്ഷിക്കാൻ പോയപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? എനിക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്ത് പ്രശ്നം? അതായത് ഒരു ദിവസം ഞാൻ ട്രെയിനില് ഈ ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയില്ല. അയ്യോ. ഞാൻ ട്രെയിൻ പിടിച്ചു നിർത്തി. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ സൂപ്പർമാനൊക്കെ ഇങ്ങനെ ട്രെയിൻ പിടിച്ചു നിർത്തുന്നു. അതിന് ഒരുപാട് ശക്തി വേണം. വേണ്ട, ചങ്ങല വിളിച്ചാ മതി. പിന്നെയാണ് അബദ്ധം മനസ്സിലായത്. ആ സ്റ്റേഷനിൽ ആ ട്രെയിൻ സ്റ്റോപ്പ് ഇല്ലായിരുന്നു. അതിന്റെ കേസ് ഡൽഹിയിൽ കിടക്കുക. അതോടുകൂടി രക്ഷിക്കലൊക്കെ നിർത്തി. ആരും വിളിക്കാറില്ല. അയ്യോ, ആരും വിളിക്കാം. പിന്നെ ഈ ഇടയ്ക്ക് ആശുപത്രി വിളിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു എമർജൻസി ആയിട്ട് ആശുപത്രി വരണമെന്ന്. എന്നിട്ട് ഞാനൊന്നും നോക്കിയില്ല. രാത്രി തന്നെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കടയിൽ കയറിയിട്ട് എമർജൻസി ലൈറ്റ് വരെ ചാക്കിലിട്ടിട്ട് ആശുപത്രി ചെന്ന്. അയ്യോ. അപ്പൊ അവരെന്നെ നോക്കി ഭയങ്കര ചിരി. എങ്ങനെ ചിരിക്കാതിരിക്കും? എമർജൻസി ആയിട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് വരണമെന്നാണ്, അല്ലാതെ എമർജൻസി ലൈറ്റ് കൊണ്ട് വരണമെന്നല്ല. അങ്ങനെയാണ്. അതാണ് ഞാൻ എല്ലാവരും പറഞ്ഞപ്പോ ഞാനങ്ങ് ബ്ലിങ്കി പോയി. ചമ്മി പോയെന്ന്. ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ മിന്നുക എന്നാണ് അർത്ഥം. എന്താണ് ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ മിന്നുക? അപ്പൊ മിന്നാമിന്നിക്ക് ബ്ലിങ്കാ ബ്ലിങ്കി എന്നാണ് പറയുന്നത്. അല്ല, ഈ സൂപ്പർ ഹീറോസ് ആണല്ലോ. ഫുഡൊക്കെ എങ്ങനെയാണ്? സാധാരണ നിങ്ങളെ നാട്ടിലെ പോലെ തന്നെ പുട്ടുകുറ്റിന്ന് കുത്തിയിടും. അത് പുട്ട്. ഞാൻ പിന്നെ കുഴക്കട്ടെ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആഹാര രീതിക്ക് എങ്ങനെയാണെന്ന്? ആഹാര രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ സൂപ്പർ ഹീറോസ് അല്ലേ. ഞങ്ങൾ സൂപ്പർ ഫുഡേ കഴിക്കും. രാവിലെ തന്നെ നല്ല സൂപ്പർ പഴങ്ങഞ്ഞി, നല്ല തൈരും കട്ട മറ്റേ ഇതുണ്ടല്ലേ ചീനിയൊക്കെ ഇട്ട് ഇളക്കി ലാമ്പി ഒരടിയാണ്. പഴങ്ങഞ്ഞി സൂപ്പർ അല്ലേ? വിശക്കുന്നു വല്ല മേടിച്ചതാ. അത് ഓക്കെ, മനസ്സിലായി. അപ്പം അപകടത്തിൽപ്പെടുന്നവർ രക്ഷിക്കും. അതിനുശേഷം വേറെ ഏതെങ്കിലും അപകടത്തിൽപ്പെടുന്നവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? അതൊരു പ്രത്യേക കഴിവാണ്. അതായത് ഈ കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് പെമ്പിള്ളേരൊക്കെ പയ്യന്മാരോട് കറങ്ങാൻ പോകും. അങ്ങനെ ഇടയ്ക്ക് നടക്കാറുണ്ട്. ഞാൻ അവളുമാരെയൊക്കെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അതാണ് ആ കഴിവ്. അല്ല, അത് അസൂയാണ്. പറയുന്ന പേര് വേറെയാണ്, ക്രിമികടി. നിങ്ങൾ ഈ ആരെയും പ്രേമിച്ചിട്ടില്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നു. ആര് പറഞ്ഞു പ്രേമിച്ചിട്ടില്ലെന്ന്? ഉണ്ടോ? എനിക്കൊരു പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. അവളിപ്പം ചൊവ്വയില. അന്യഗ്രഹ ജീവിയാണോ? അല്ല, അനുഗ്രഹ ജീവി. അല്ല, ചൊവ്വ ഗ്രഹത്തിലെന്ന് പറഞ്ഞു. ഗ്രഹത്തിലല്ലെന്ന്, കണ്ണൂരുള്ള ചൊവ്വയിൽ. കാമുകിയെ കാണാൻ പോറുണ്ടോ? ഇടയ്ക്കൊക്കെ കാണാൻ പോകും. ആണല്ലേ? ഇപ്പൊ പോകത്തില്ല. അവളെ ഭർത്താവ് ലീവിന് വന്നു. മാത്രമല്ല അവരൊരു പട്ടിയെ മേടിച്ചു. പട്ടിയെ? ഏത് പട്ടി? മറ്റേ പ്രമോദിന്റെ അനിയൻ. അതേത് പട്ടി? മറ്റേ ഇങ്ങനെ ജടയൊക്കെ ഉള്ള പ്രമോദിന്റെ അനിയൻ. അതെ, പിന്നെ ഒരുപാട് കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ. എന്തെങ്കിലും കഴിവ് ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പറക്കാൻ പറ്റുമോ? എന്താ? ഞങ്ങളുടെ മുന്നിൽ പറക്കാൻ പറ്റുമോ? പിന്നെന്താ പറക്കാമല്ലോ. ഒരു മിനിറ്റ്. നമ്മുടെ ചാനലിന്റെ എക്സ്ക്ലൂസീവ് ആണ്. ഇതാ സൂപ്പർമോൻ അമ്പിളിക്കുട്ടൻ നമ്മുടെ ചാനലിലൂടെ പറക്കുന്നു. അയ്യോ, സൂപ്പർമോൻ പറക്കുന്നു. മുകളിലോട്ട് പറന്നു കാണിക്കണം. അങ്ങനൊന്നും പറ്റിയ നിങ്ങൾ പറയുമ്പോ പറക്കാൻ നോക്കൂല. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഓരോ രീതികളുണ്ട്. എങ്ങനെ രീതി? ഞങ്ങളെ ഇത് പോയിരിക്കുക, ചാർജ് പോയിരിക്കുക. ചാർജ് എങ്ങനെ ആവും? ഇനി മിന്നൽ വരണം. മിന്നലൊന്ന് ചാർജ് ആവണം. നമ്മൾ വിളിച്ച മിന്നൽ വരുമോ? നിങ്ങൾ വിളിച്ചാ വരത്തില്ല. ഞങ്ങൾ സൂപ്പർ ഹീറോസ് ഈ മനസ്സും ശരീരവും എല്ലാം അർപ്പിച്ച് ധ്യാനം ചെയ്ത് പഴയ ഒരു ശ്ലോകം ചൊല്ലണം. അപ്പോഴേ മിന്നൽ വരുള്ളൂ. ആ ശ്ലോകം ഒന്ന് ചൊല്ലാമോ നമ്മുടെ ചാനലിലൂടെ? ധ്യാനിച്ചോട്ടെ. ഒരു സെക്കൻഡ്, ഞാനും കൂടെ. മിന്നലേ മിന്നലേ താഴെ വരൂ. ഇനി പറഞ്ഞു കാണിക്കോ? ഇനി പറഞ്ഞു കാണിക്കോ? ഇപ്പൊ കാണിച്ചു തരാം, നോക്കിക്കോ. പൊങ്ങിയില്ല. ഞാനും നോക്കുന്നേ. മുകളിലോട്ട് പോകും. ഇവിടെ തന്നെ ഉണ്ട്. പൊങ്ങാട്ടെ. ചാർജ് ആയല്ല? ചാർജ് ആയിരുന്നല്ലോ. നേരത്തെ നന്നായിട്ടല്ലേ പറഞ്ഞു വന്നത്? നന്നായിട്ട് പറഞ്ഞു. ഇങ്ങനെ. അയ്യോ അയ്യോ, മാറിപ്പോയി. മിന്നലടിച്ച് അവൻ പോയി. അപ്പൊ എന്റെ കഴിവെല്ലാം പോയാ. ഞാനിനി എങ്ങനെ ജീവിക്കും?
നമസ്കാരം. മറ്റൊരു സൂപ്പർ ഹീറോയുടെ മറ്റൊരു കഥയുമായി പ്രീക്കി ചാനൽ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ സൈൻ ഓഫ്. നിങ്ങളുടെ സ്വന്തം സൂപ്പർ മോനെ, ഒരു കഴിവുമില്ലാത്ത വെറും അമ്പിളിക്കുട്ടൻ. വെരി ഗുഡ്.